വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വർദ്ധിച്ചുവരുന്ന ഇന്ധന വില വർധനവിനെതിരെ പ്രതിഷേധം. CITU വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വണ്ടൂർ അങ്ങാടിയിലൂടെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചാണ് പ്രതിഷേധം നടത്തിയത്. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കി മാറ്റണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടേ പ്രകൃതിക്ഷോഭങ്ങളെ തടയുവാനാകൂവെന്നും MLA. വനംവകുപ്പിന്റെ പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ സമാപനവും പ്രകൃതി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസും MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കരുതലുമായി പ്രിയങ്ക ഗാന്ധി MP. മണ്ഡലത്തിലെ വിവിധ NGOകളുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾക്കായി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. ലോകകപ്പ് ആവേശം കൊടുമുടി കയറുമ്പോഴും നാട്ടിൻപുറങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമാകുമ്പോഴും വേറിട്ട മാതൃകയായി കാപ്പിച്ചാലിലെ അർജന്റീന ആരാധകർ. ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് അന്നദാനം നടത്തിയാണ് കൂട്ടായ്മ കയ്യടി നേടിയത്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വർദ്ധിച്ചു വരുന്ന ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് CITU വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ വണ്ടൂർ അങ്ങാടിയിലൂടെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം M. മോഹൻദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാടിൽ പ്രതിഷേധം. ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പാചകവാതകത്തിന്റെ വില 3000-ലധികം കടന്നിരിക്കുന്നു. ഓരോ ദിവസവും അതിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. വണ്ടൂരങ്ങാടിയിലെ പ്രമുഖ ഹോട്ടലുകളെല്ലാം ചായ നിർത്തലാക്കിയിരിക്കുന്നു. അതിന്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്രോളിന്റെ വില 50 രൂപയാകുന്ന സമയത്താണ് നമ്മുടെ ഓട്ടോറിക്ഷയുടെ മിനിമം കൂലി നിശ്ചയിക്കുന്നത്. എന്നാൽ ഇന്ന് അത് 110 കടന്നിരിക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വലിയ തോതിൽ വർദ്ധിപ്പിച്ചു വരുന്നു. ഓട്ടോറിക്ഷ അടക്കമുള്ള നമ്മുടെ മോട്ടോർ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. സ്വകാര്യ ബസ് വ്യവസായം, ടാക്സി വ്യവസായം, ഇന്ധനം ഇന്ന് ഈ രാജ്യത്തിന്റെ ഒരു അകക്കണ്ണായി പ്രവർത്തിക്കുന്നു. ആ ഇന്ധനം ഇല്ലാതെ
ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യക്കകത്തും ഒരു വ്യവസായവും നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. നിർമ്മാണ തൊഴിലടക്കമുള്ള വ്യവസായ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ ഇന്ന് വൈദ്യുതിയും അതുപോലെ തന്നെ പെട്രോളും ഡീസലും പാചകവാതകവുമെല്ലാം അനിവാര്യ ഘടകമായിരിക്കുന്നു. ഇന്ധനവില കുറയ്ക്കൂ, ജനങ്ങളുടെ ഭാരം അവസാനിപ്പിക്കൂ, ജീവിത ചെലവ് കുറയ്ക്കൂ, ജനവിരുദ്ധ നയം നിർത്തൂ എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് മാർച്ച് നടത്തിയത്. കോർഡിനേഷൻ ഏരിയ പ്രസിഡന്റ് KT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി V അർജുനൻ, TK ബഷീർ, OP ബിന്ദു, VC ഉണ്ണികൃഷ്ണൻ, P സത്യൻ, സിന്ധു സോളി, സബീർ ബാബു, C ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുങ്കത്തറ കൈപ്പിനിയിൽ 9 വയസ്സുകാരി കിണറ്റിൽ വീണു. അമ്മയോടൊപ്പം കിണറിന്റെ കരയിൽ നിൽക്കുമ്പോഴായിരുന്നു അപകടം. ഇന്ന് രാവിലെ 8 മണിക്കും 8:30ക്കും ഇടയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. കിണറ്റിൽ വീണ കുട്ടിയുടെ നിലവിളി കേട്ടതിനെ തുടർന്ന് സമീപത്തെ വീട്ടിലുള്ള ബന്ധുക്കൾ ഓടിയെത്തിയപ്പോൾ കിണറ്റിൽ കുട്ടി വീണ് കിടക്കുന്നതാണ് കണ്ടത്. വെള്ളമുള്ള കിണറായിരുന്നു. കിണറ്റിലെ പൈപ്പിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് കുട്ടിയെ കണ്ടത്. ഉടൻ തന്നെ ബന്ധുക്കളൊക്കെ കിണറ്റിലേക്ക് ഇറങ്ങുവാൻ ശ്രമിച്ചു, കുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ആഴമുണ്ട്, അതോടൊപ്പം തന്നെ വലിയ ആൾമറയൊക്കെയുള്ള ഒരു കിണറായിരുന്നു. പിന്നീട് നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സ് കൂടി എത്തിയാണ് കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. കാര്യമായ പരിക്കുകളില്ല, എങ്കിലും കുട്ടിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത് എന്നതിനാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബന്ധപ്പെട്ട നിയമപാലകരും എത്തി ഈ കാര്യത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തി. എന്തായാലും കുട്ടി കിണറ്റിൽ വീണെങ്കിലും കൃത്യസമയത്ത് ആളുകൾ കണ്ടതിനാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കി മാറ്റണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളെ തടയുവാൻ സാധിക്കൂ. വനംവകുപ്പിന്റെ പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ സമാപനവും പ്രകൃതി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസും കനൗലി എക്കോ ടൂറിസം സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു വികസന കാഴ്ചപ്പാടുണ്ടാക്കി അതിനെ നിലനിർത്തുവാൻ പിന്നീട് വന്ന ഗവൺമെന്റുകൾക്ക് വലിയ സാഹസം നടത്തേണ്ടി വന്നു എന്നതാണ്. കാരണം അതിലൊരു ശൈലി തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രത്യേകിച്ച് നിലമ്പൂരിൽ നിങ്ങൾക്കറിയാം, നിലമ്പൂർ ആ ഒരു കാലത്ത് മുഴുവൻ വനങ്ങളായി. പിന്നെ ഫോറസ്റ്റൈസേഷൻ, അതേപോലെ തന്നെ നാഷണലൈസേഷൻ വന്നു. അതൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ളത് നിലനിർത്താൻ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരവസ്ഥവിശേഷമുണ്ട്. അതിനൊക്കെ നല്ല പിന്തുണ നമുക്ക് കൊടുക്കേണ്ടത്. പക്ഷെ അമിതമായി അത് മാത്രം ഫോക്കസ് ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞാനൊക്കെ ആ ഒരു നിലപാടെടുക്കുന്നതാണ്. നമുക്ക് ഈ പറയുന്ന പ്രകൃതിയെ നിലനിർത്തുകയും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ നിലനിർത്താനുള്ള പാഠങ്ങളും പ്രകൃതിയെ നിലനിർത്തുന്നതിന്റെ പുതുബോധവും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. നിലമ്പൂർ നോർത്ത് DFO P ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് ഗിരിജ ബാലകൃഷ്ണൻ ആര്യടൻ ഷൗക്കത്ത് MLAക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. കോഴിക്കോട് ഫ്ലൈയിങ് സ്ക്വാഡ് DFO VP ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ നോർത്ത് ACF അനീഷ സിദ്ദീഖ് ചിത്രപ്രദർശന സമർപ്പണം നടത്തി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ V ബിജേഷ് കുമാർ, P ഷെരീഫ്, P സൂരജ്, MN ഷംനാസ്, P വിമൽ, വിംഗ് ആർട്സ് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സോണിയ, ബാലകൃഷ്ണൻ, SS വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ദുരന്ത നിവാരണ പരിശീലനവും നൽകി. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി വിജയത്തിലക്കം അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. വണ്ടൂർ CN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് സ്കൂളിൻ്റെ പ്രോഗ്രാം ഇവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ചോദിക്കുന്നത്. പക്ഷെ എനിക്കറിയാം അവിടെ ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ഥലത്തിൻ്റെ കാര്യത്തിലാണ്. കെട്ടിടങ്ങളൊക്കെ നോക്കുമ്പോൾ കുറേയേറെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കെട്ടിടങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ പ്രയാസം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി അത് തുടങ്ങുന്നതിനുള്ള ആവശ്യമായ സ്ഥലമില്ല എന്നുള്ളതാണ്.
നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും സ്ഥലമെടുക്കാൻ കഴിയാത്ത നഗരത്തിനല്ല ഇപ്പം നമ്മുടെ വണ്ടൂർ ടൗണിന് ഏറ്റവും നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്ഥലപരിമിതി ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, പഴയ കാലത്ത് ഇത്ര പോലും സൗകര്യം നമ്മുടെ സ്കൂളുണ്ടായിരുന്നില്ല, ഷിഫ്റ്റ് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇന്ന് ഒരുപാട് സൗകര്യങ്ങളായി. പഴയ കാലത്തെ പോലെയല്ല, നിങ്ങളൊക്കെ കുട്ടികളും മാറി വന്നു. ഇപ്പോൾ നിങ്ങളെ പോലെ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. പഴയ കാലത്ത് റിസൾട്ട് നമുക്ക് കിട്ടാറില്ല, ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നു. രക്ഷിതാക്കളാണ് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നു. അങ്ങനെ നമ്മുടെ നല്ല സ്കൂളായി നമ്മുടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂള് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് മാറിക്കഴിഞ്ഞു. LSS, USS, NMMS, SSLC, +2 എന്നീ വിഭാഗങ്ങളിലായി ഉന്നത വിജയം കാഴ്ചവെച്ച കുട്ടികളെയാണ് അനുമോദിച്ചത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ആലിപ്പറ്റ ജമീല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KT അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുബഷീർ, PTA പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ, SMC ചെയർമാൻ C ജയപ്രകാശ്, SMC വൈസ് ചെയർമാൻ KV സുരേഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് IV ഷമീർ, VHSC പ്രിൻസിപ്പൽ M ഐശ്വര്യ, MV സത്യവതി, PV ശ്രീനിവാസൻ, അജിത ഐക്കാടൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ O വിനോദ് സ്വാഗതവും സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് V ഷിജു നന്ദിയും പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കരുതലുമായി പ്രിയങ്ക ഗാന്ധി MP. മണ്ഡലത്തിലെ വിവിധ NGOകളുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾക്കായി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. പദ്ധതിയുടെ വണ്ടൂർ നിയോജക മണ്ഡലം തല വിതരണ ഉദ്ഘാടനം വണ്ടൂർ MLA ഓഫീസിൽ വെച്ച് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. വയനാട് മണ്ഡലത്തിലെ വിവിധ NGOകളുടെ കീഴിലുള്ള ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രിയങ്ക ഗാന്ധി പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത്. സ്കൂൾ ബാഗ്, കുട, നോട്ട് പുസ്തകങ്ങൾ, പാദരക്ഷകൾ തുടങ്ങി ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ 21ഓളം ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് കുട്ടികൾക്കായി വിതരണം ചെയ്തത്. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ധന്യ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ A, പ്രൊട്ടക്ഷൻ ഓഫീസർ മുഹമ്മദ് സാലിഹ്, നഫിയ ഫർസാന തുടങ്ങി സാമൂഹിക ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ കുട്ടികൾക്ക് കൂടുതൽ സ്നേഹോപഹാരങ്ങൾ എത്തിക്കുവാനാണ് തീരുമാനം. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന JJ ആക്ട് പ്രകാരം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒട്ടേറെ കുട്ടികളുണ്ട്. അവരുടെ പഠനാവശ്യാർത്ഥം ഈ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിറ്റുകൾ വേണമെന്നുള്ള പൊതുവായ ഒരു നിർദ്ദേശം വന്നിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട പാർലമെൻറ്റ് അംഗം ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് അത്തരത്തിലുള്ള ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കുള്ള പഠനാവശ്യത്തിനുള്ള കിറ്റ് ബാഗ്, അതുപോലെ പുസ്തകങ്ങൾ, അത് മറ്റ് പഠനോപകരണങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ഒരു കിറ്റ് ശ്രീമതി പ്രിയങ്കാജി അനുഭവിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വയനാട് പാർലമെൻറ്റ് തല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T സിദ്ദീഖ് നിർവഹിച്ചു. വണ്ടൂർ നിയോജകമണ്ഡലത്തിലുള്ള കിറ്റുകളുടെ വിതരണം ഇന്നിവിടെ നടക്കുകയുണ്ടായി. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി.
മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. നാട്ടിൻപുറങ്ങളിൽ ലോകകപ്പിന്റെ ആവേശം കൊടിമുടി കയറുമ്പോൾ എല്ലാ മേഖലകളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയരുകയാണ്. വലിയ സംഖ്യകൾ മുടക്കിയാണ് ആരാധകർ ഇങ്ങനെ അവരവരുടെ ഇഷ്ട ടീമിന്റെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ഒരുപക്ഷെ ലക്ഷങ്ങൾ വരെ ഇതിനായി പൊടിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വണ്ടൂർ കാപ്പിച്ചാലിലെ അർജന്റീന ആരാധകർ വ്യത്യസ്തമാവുന്നത്. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് വലിയ പണം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഇഷ്ടമുള്ള ഭക്ഷണം നൽകിയിരിക്കുകയാണ് അർജന്റീനൻ കാപ്പിച്ചാൽ ആരാധകർ. എന്തായാലും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം അത്യന്തം മാതൃകാപരമാണ്. ഞങ്ങൾ അർജന്റീന ഫാൻസ് കാപ്പിച്ചാൽ ഇങ്ങനെ ഗാന്ധി ഭവനിൽ ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അമിതമായി ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് നാട്ടിൽ കൂടെ ഭയങ്കര ആയിട്ടുള്ള ദൂരത്താണ് ഇപ്പോൾ നടക്കുന്നത് ഫ്ലക്സിൻ്റെ പേരിൽ. നമ്മളതല്ല ഉദ്ദേശിച്ചത്. മാന്യമായി ഒരു ഫ്ലക്സ് വെക്കുക, അതിനപ്പുറത്ത് പാവങ്ങളെ അതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ഇങ്ങനൊരു സംഭവം ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി കാശ് കളയുന്നതിനേക്കാൾ നല്ലത് വിശക്കുന്നവന്റെ വയറ് നിറയ്ക്കുന്നതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാപ്പിച്ചാലിലെ അർജന്റീന ഫാൻസ് അസോസിയേഷൻ.
പരിസ്ഥിതി സംരക്ഷണം കൂടി മുൻനിർത്തിയാണ് ഇത്തവണ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും വേണ്ടെന്ന് വയ്ക്കുവാൻ ഈ ആരാധകർ തീരുമാനമെടുത്തത്. ഫ്ലക്സ് അടിക്കുവാൻ വേണ്ടി പിരിച്ചെടുത്ത തുക മുഴുവൻ ഇവർ മാറ്റിവെച്ചത് ഗാന്ധി ഭവൻ അന്തേവാസികളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനായാണ്. ചിക്കൻ ബിരിയാണി അടക്കമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണ ചെലവ് പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകകപ്പ് കാലത്ത് കാരുണ്യത്തിൻ്റെ വലിയൊരു ഗോളടിച്ചിരിക്കുകയാണ് യുവാക്കൾ. നാട്ടിൻപുറങ്ങളിൽ ലക്ഷങ്ങൾ പൊടിച്ച് ഫ്ലക്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ കാപ്പിച്ചാലിലെ അർജന്റീന ആരാധകരുടെ ഈ വലിയ തീരുമാനം പ്രശംസ പിടിച്ചു പറ്റുകയാണ്. കാപ്പിച്ചാലിൽ അർജന്റീന ഫാൻസ് അംഗങ്ങളായ മുക്കണ്ണൻ മുസ്തഫ, AK ആഷിഫ്, MK സക്കറിയ, K നാഫിഹ്, OK ഷാമിൽ, TK റയാൻ, PT അബിൻ ഷാൻ, EK സദീദ് എന്നിവരാണ് ഈ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇതുപോലെ എല്ലാവരും ഇതിന് മുന്നിട്ട് ഇറങ്ങുക. നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഫുഡ് കിട്ടാനോ അതുപോലെ പാവങ്ങളെ സഹായിക്കാനോ ഇതൊക്കെ ഈ ആഭാസം ദൂരത്തും ഒഴിവാക്കിയിട്ട് മാക്സിമം ഫുട്ബോളിനെ സ്നേഹിക്കുക. അതിനപ്പുറം ഇങ്ങനത്തെ കാര്യങ്ങളോട്ട് മുന്നോട്ട് വരിക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിന് ഇതേപോലെ തന്നെ ആവുക, ഇത് മാതൃകയാക്കിയിട്ട് മുന്നോട്ട് വരിക. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം AKPA ഭവനിൽ വെച്ച് യൂണിറ്റ് ഭാരവാഹികൾക്കുള്ള നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനിയുടെ അധ്യക്ഷതയിൽ മുൻ സംസ്ഥാന സെക്രട്ടറി യൂസഫ് കാസിനോ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 42 വർഷമായി ഈ സംഘടന വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ നിങ്ങളെ പോലുള്ള ഒട്ടേറെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. ആശംസകൾ നേർന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ചിത്ര, ജില്ലാ PRO നിഷാർ കാവിലക്കാട് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന PRO ബാബു അലിയാസ് നേതൃത്വ പരിശീലന ക്ലാസ് എടുത്തു. പ്രമുഖ AI ട്രെയിനർ ശ്രീബിൻ വേങ്ങരയുടെ നേതൃത്വത്തിൽ AI ക്ലാസും നടന്നു. ജില്ലാ സെക്രട്ടറി അഫ്സൽ ഹൈറിസ് സ്വാഗതവും ജില്ലാ ട്രഷറർ PK ഷാജി നന്ദിയും പറഞ്ഞു. ആ ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ മേഖലയിലെ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. കാരണം നമ്മൾ സംഘടനാകാര്യമായിട്ട് മാത്രം അവരെ വിളിക്കുമ്പോഴായിരിക്കും അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ഈ സംഘടനയുടെ അല്ലെങ്കിൽ മറ്റുള്ളൊരു പരിപാടിക്ക് ആണെങ്കിൽ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ ഒരു ക്രിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഫുട്ബോളോ വെച്ച് നോക്കും, അവരെ വർക്ക് ഒഴിവാക്കിയിട്ടും പോരും. ജില്ലയിലെ പ്രവാസി കൂട്ടായ്മയായ മമ്പാട് വെൽഫെയർ ഫോറം ജിദ്ദയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ERFന്റെ പ്രവർത്തനങ്ങൾക്കായി ERF അംഗം ഷബഹാൻ മമ്പാടിന് ബൈക്ക് കൈമാറി. ERFന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഓഫ് റോഡ് ബൈക്കാണ് കൈമാറിയത്. ഇതിന്റെ ഉദ്ഘാടനം മമ്പാടിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഷെമീന കാഞ്ഞിരാല നിർവഹിച്ചു. എല്ലാ സമയത്തും ആ ഒരു സാഹചര്യത്തെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് നയിക്കുകയും നേരിടുകയും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷഹബാനെ ഇന്ന് ഈ ഒരു സദസ്സ് ആദരവ് നൽകുന്നതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്ക്യൂ ഓഫ് റോഡ് ബൈക്ക് ഇന്നിവിടെ വെൽഫെയർ ഫോറം സമ്മാനിക്കുകയാണ്. ഇതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള, ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഈ മമ്പാട് വെൽഫെയർ ഫോറത്തിൻ്റെ ഭാരവാഹികളെ, മറ്റു പ്രവർത്തകരെ, ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വെൽഫെയർ ഫോറം ജിദ്ദയുടെ മുഖ്യ രക്ഷാധികാരി നിസാം മമ്പാട് അധ്യക്ഷത വഹിച്ചു. ഈ പരിപാടിയിൽ കരീം പുന്നപ്പാല, KP റഹമത്തുള്ള, ആസിഫ്, വെൽഫെയർ ഫോറം മുൻ രക്ഷാധികാരി ഖാലിദ് മേപ്പാടം, മുൻ പ്രസിഡന്റ് PK റസാഖ് എന്നിവർ സംസാരിച്ചു. ഗഫൂർ കാഞ്ഞിരാല സ്വാഗതവും ട്രഷറർ ഹാഫിസ് ആരോളി നന്ദിയും പറഞ്ഞു. ഓഫ് റോഡ് ബൈക്കാണ് സമർപ്പിച്ചത്. 24 വർഷമായി ജില്ലയിലുള്ള പ്രവാസികളായ മമ്പാടുകാർക്കിടയിലും ജന്മനാട്ടിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയാണ് മമ്പാട് വെൽഫെയർ ഫോറം ജിദ്ദ.
എന്നാലും ഈ പ്രവാസി മമ്പാട് കൂട്ടായ്മ ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന നമ്മുടെ സന്നദ്ധ സേവകരാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിൻ്റെ ഈ ഒരു പ്രവർത്തകർ. അവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ കൂട്ടായ്മകൾ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ കൂടുതൽ അപകട സാധ്യതാ മേഖലകളിൽ അവർക്ക് ഏറ്റവും വേഗത്തിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും എന്നത് വലിയ ഒരു കാര്യമാണ്. എന്തായാലും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരം തന്നെയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. വർദ്ധിച്ചുവരുന്ന ഇന്ധന വില വർധനവിനെതിരെ പ്രതിഷേധം. CITU വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വണ്ടൂർ അങ്ങാടിയിലൂടെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചാണ് പ്രതിഷേധം നടത്തിയത്. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കി മാറ്റണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടേ പ്രകൃതിക്ഷോഭങ്ങളെ തടയുവാനാകൂവെന്നും MLA. വനംവകുപ്പിന്റെ പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ സമാപനവും പ്രകൃതി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസും MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കരുതലുമായി പ്രിയങ്ക ഗാന്ധി MP. മണ്ഡലത്തിലെ വിവിധ NGOകളുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികൾക്കായി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. ലോകകപ്പ് ആവേശം കൊടുമുടി കയറുമ്പോഴും നാട്ടിൻപുറങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമാകുമ്പോഴും വേറിട്ട മാതൃകയായി കാപ്പിച്ചാലിലെ അർജന്റീന ആരാധകർ. ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് അന്നദാനം നടത്തിയാണ് കൂട്ടായ്മ കയ്യടി നേടിയത്. പ്രേക്ഷകരെ, ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.